അപ്പം മധുരക്കണക്ക് എന്തുകൊണ്ടാണ് പ്രൊഡ്യൂസ് ചെയ്യാന്ന് തീരുമാനിച്ചത്? ഇതിലേക്ക് അഭിനയിക്കാനും എന്തായിരുന്നു കാരണം, പ്രധാന റോളിൽ തന്നെ? ഇതില് ശാന്തനും ഞാനും തമ്മിൽ വർഷങ്ങളായുള്ള ആത്മബന്ധമുള്ള സുഹൃത്തുക്കളാണ്. ഞാൻ ലോഹിയേട്ടനൊക്കെ ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ ശാന്തനെ സിബി സാറിന് പരിചയപ്പെടുത്തിയ ആളാണ്. സിബി സാറിന് അന്ന് ശാന്തൻ പറഞ്ഞ സ്ക്രിപ്റ്റ് വളരെ ഇഷ്ടപ്പെടുകയും ചെയ്തതാണ്. നമുക്കറിയാലോ, പക്ഷെ സിനിമ പല കാരണം കൊണ്ട് ചിലപ്പോൾ നടക്കാതിരിക്കും. അങ്ങനെ നടക്കാതെ പോയതാണ്. ശാന്തൻ അത് നാടകമാക്കുകയും നിരവധി വേദിയിൽ കളിക്കപ്പെടുകയും ചെയ്തു. അപ്പം ശാന്തൻ തന്നെ ജീവിച്ചിരിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഒരു സിനിമാക്കാരനാവണമെന്ന് എന്നേക്കാൾ കൂടുതൽ ആഗ്രഹിച്ച ആള് ഹരീഷാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ശാന്തന്റെ രണ്ടാമത്തെ സിനിമയാണ് ശരിക്കും. ആദ്യം ഭൂമിയിലെ മനോഹര സ്വകാര്യങ്ങൾ, അത് ഷൈജുയുടെ നിർബന്ധം കൊണ്ട് അവൻ എഴുതിയതാണ്. അപ്പൊ ശാന്തൻ ആയിട്ട് ഞാനിത് പ്ലാൻ ചെയ്ത് കഴിഞ്ഞത് അവൻ വിട്ടുപോയപ്പം അതിന്റെ ഒരു ധാർമ്മിക ഉത്തരവാദിത്വം, സാംസ്കാരിക ഉത്തരവാദിത്വം എന്റേത് ആണ്. അതിനോടുള്ള ഒരു ആത്മാബന്ധം എനിക്ക് വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അവൻ ജീവിച്ചിരുന്നെങ്കിൽ എനിക്കൊരു ഫോൺ കോൾ മതി, എടാ വിചാരിച്ച പോലെ നടന്നുള്ളതാന്ന് പറയാം. പക്ഷെ അത് വിട്ടുപോയപ്പോൾ അത് പറ്റില്ല. അപ്പൊ ആ ആത്മബന്ധം വർദ്ധിച്ചപ്പം അത് മറ്റൊരു പ്രൊഡ്യൂസർ അടുത്ത് പോയിട്ട് അങ്ങനെ കെഞ്ചി സിനിമയൊക്കെ ഒന്നും നമ്മളെ രീതിയല്ല. നസീർ എന്റെ സുഹൃത്താണ്, ശ്യാമിന്റെ സുഹൃത്താണ്. നമ്മൾ സുഹൃത്തുക്കൾ തമ്മിൽ അങ്ങനെ നസീർ തയ്യാറാവുന്നു, ഞാൻ നസീറിന്റെ കൂടെ വലിയ പങ്കെടുക്കുന്നു, അങ്ങനെയാണ് ഇതിലേക്ക് പറഞ്ഞത്. ആദ്യത്തെ സിനിമയിലാണെങ്കിലും ഒരു മകനുണ്ട്, ഇപ്പോ ഈ സിനിമയിലായാലും. അപ്പൊ എന്തുകൊണ്ടാണ് മകനെ അഭിനയിപ്പിച്ചത്? കുട്ടികൾ പണി പഠിക്കട്ടെ, അതൊരു തമാശ. ഇതിലേക്ക് ശാന്തനായിരുന്നു വിഷ്ണുവിനെ സെലക്ട് ചെയ്തത്. ജീവിച്ചിരിക്കുന്ന ഈ കഥാപാത്രം ചെയ്താൽ നന്നായിരിക്കുന്നത്. പക്ഷെ ഇവൻ UK-ലാണ് ഇപ്പോഴുള്ളത്, എൻഡവറിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം അവനത് പറ്റുമോ ഇല്ലേ എന്നുള്ളൊരു സംശയം എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ അവനെന്നെ വിധിച്ചതായിരുന്നു അത്. 2 ഷെഡ്യൂളായ സമയത്ത് അവനെന്നെ അത് ചെയ്യാൻ പറ്റി എന്നുള്ളത് വലിയ കാര്യം. പിന്നെ ശ്യാമിന്റെയൊക്കെ വലിയ സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഈ പുതിയൊരു ആളായിട്ട് ചെയ്യുമ്പോൾ പോലും അത് ഞാൻ വിചാരിച്ചാൽ അങ്ങനെയല്ലല്ലോ. സിനിമ എന്ന് പറഞ്ഞാൽ ഒരിക്കലും അങ്ങനെയല്ലല്ലോ. മറ്റുള്ളവരുടെയൊക്കെ ഒരുപാട് സഹകരണത്തിലൂടെ മാത്രമേ അത് നടക്കുകയുള്ളൂ. ഞാൻ എങ്ങനെ ചെയ്തു വെച്ചാല് വലിയൊരു ബുദ്ധിമുട്ട് എനിക്ക് തോന്നാത്തത്, നമ്മളിതിന്റെ ഒരു ബഡ്ജറ്റൊക്കെ പ്ലാൻ ചെയ്ത് ആ ബഡ്ജറ്റിന്റെ കാര്യങ്ങളൊക്കെ റെഡിയാക്കിയതിന് ശേഷമാണ് ഞാൻ ഇതിന് തയ്യാറായത്. അതുകൊണ്ട് അങ്ങനെ ഒരു സാമ്പത്തിക ഞെരക്കമൊന്നും എവിടെ വരുത്താത്ത രീതിയിൽ ഇത് കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ട്. പക്ഷെ സാമ്പത്തികം നമ്മളെങ്ങനെ ഉണ്ടാക്കി എന്നുള്ളത് മറ്റുള്ളവർ അറിയണ്ട. നമ്മളത് എല്ലാം റെഡിയാക്കി വെച്ചതിന് ശേഷമാണ് തുടങ്ങിയത്. അതുകൊണ്ടാണ് നമുക്കിത് 2 ഷെഡ്യൂളിൽ തന്നെ ആവേണ്ടി വന്നത്. പിന്നെ ഇതിന്റെ പ്രധാന പങ്കാളി എന്ന് പറയുന്ന നസീറിന്റെ വലിയൊരു സഹായം എനിക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ 2 പേരും കൂടി ചേർന്നിട്ടാണത് മുന്നോട്ട് കൊണ്ടുപോയത്. ഒരു സംശയം എല്ലാവർക്കും വരാം. അതായത് അച്ഛൻ പ്രൊഡ്യൂസർ ആയതുകൊണ്ടാണോ മകൻ നായകനായത്, അതോ മകൻ നായകനായതുകൊണ്ടാണോ അച്ഛൻ പ്രൊഡ്യൂസർ ആയത്? ഇതിന് സത്യത്തില് നിങ്ങൾ സിനിമ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവുള്ളൂ. അതിന്റെ മുന്നേ നമുക്കുള്ളത് വെളിപ്പെടുത്തുന്നതിനും കുറെ പരിമിതികളുണ്ട്. ഇതില് കഥയാണ് നായകൻ എന്ന് ഞാൻ പറയുന്നത് അതാണ്. ഇപ്പൊ ഹരീഷ് പറഞ്ഞല്ലോ, ഹരീഷ് എത്രയോ സിനിമകളിൽ നല്ല വേഷങ്ങൾ ചെയ്ത ആളാണ് ഹരീഷ്. പക്ഷെ ഹരീഷ് ഇതുവരെ ചെയ്യാത്ത ഒരു വിഭാഗത്തിലുള്ള ഒരു കഥാപാത്രം. അത് ഞാൻ അവനെ വിളിച്ചു പറയണം, നീ ഇങ്ങനെയൊന്നും ചെയ്തല്ലോ, ഭയങ്കര രസമായിരിക്കുന്നു. പക്ഷെ നമ്മൾ പ്രതീക്ഷിച്ചതിനെക്കാട്ട് അപ്പുറത്ത് റിസൾട്ട് അതിൽ കിട്ടുകയും ചെയ്യുന്നു. അതേപോലെ തന്നെയായിരുന്നു വിഷ്ണുവിന്റെ കാര്യത്തിൽ. ആ കഥാ സന്ദർഭം അതിൽ ആവശ്യപ്പെടുന്ന രീതിയിലേക്ക് അത് ഇയാൾ ചെയ്താൽ നന്നാവില്ലേ എന്ന് ശാന്തൻ ചോദിച്ചപ്പോൾ എന്തിനു മറ്റൊരിലേക്ക് പോകുന്നു, ഇവിടെ തന്നെ ഉണ്ടല്ലോ എന്ന് ശാന്തനാണ് അത് ആദ്യം പറഞ്ഞത്. അപ്പൊ പിന്നെ നല്ലൊരു കൈ നോക്കണം. പിന്നെ അവർക്കൊക്കെ ചെറുപ്പം മുതലേ ആഗ്രഹമുള്ള സംഭവമാണ്. അതായത് എൻ്റെ വീടെന്ന് പറയുന്നത് ഒരു റിഹേഴ്സൽ ക്യാമ്പുകളുടെ ഒക്കെ ഒരു വലിയ സ്ഥലമാണ്. നാടകകാലങ്ങളിലെ എല്ലാവരും ഒന്ന് റിഹേഴ്സൽ ചെയ്യുകയും സ്ക്രിപ്റ്റ് വായന നടത്തുകയും. അപ്പൊ ഇവരൊക്കെ ചെറുപ്പത്തിൽ വളരുന്ന കാലം മുതലേ, ഇപ്പൊ ശാന്തനക്കവനൊക്കെ എടുത്തു നടന്ന ആളാ, വളർന്ന കാലം മുതലേ എല്ലാവരും അറിയുന്നതാണ്. ഇതിന്റെ ഇടയിൽ കിടന്നിട്ടാണ് ഇവരൊക്കെ വളരുന്നത്. അപ്പൊ രണ്ടാമത്തെ മകൻ ആദ്യത്തെ സിനിമയിൽ ചെയ്യാനും അത് കാരണമാണ്. ബാംഗ്ലൂർ തന്നെ പഠിക്കുന്നത്, അവിടുത്തെ തിയേറ്ററിലൊക്കെ വളരെ സജീവമായിട്ടുള്ള ആളാണ്. അപ്പൊ ഇതിന്റെ ഇടയിൽ കടന്ന് വളരുന്നത് കൊണ്ട് എനിക്ക് ഇവരൊരു പുതിയ അഭിനേതാക്കളായിട്ടോ എൻ്റെ മക്കളായിട്ടോ അങ്ങനെയൊന്നും ചെയ്യുമ്പോൾ തോന്നിയിട്ടില്ല. എൻ്റെ ഒരു ആക്ടേഴ്സ് എന്നുള്ള രീതിയിൽ തന്നെ കാണാൻ പറ്റിയിട്ടുണ്ട്. അതിന് കാരണം അതാണ്, ആ ഒരു പാശ്ചാത്തലം അങ്ങനെയായിരുന്നു. അല്ല, സാഹചര്യം അവർക്ക് ഉണ്ടായി എന്നുള്ളത് വലിയൊരു ഭാഗ്യമായിട്ട് കാണുന്നു മാത്രം. ഇപ്പോ താങ്കൾ ചോദിച്ച പോലെ ഇപ്പോ ഈ വിഷ്ണു ഒരു പുതിയ ആദ്യമായിട്ട് അഭിനയിക്കുന്ന ഒരു ഫീൽഡ്, സത്യം പറഞ്ഞാൽ ഇപ്പോ ഹരീഷ് സാർ പറഞ്ഞ പോലെ ആ വീടിന്റെ ആ ഒരു നാടകം ഇതിന് അത് പിന്നെ ഇങ്ങനെ ആക്ടിങ് ഇതിലൊക്കെ കണ്ടു വളർന്നത് കൊണ്ട്
എനിക്ക് ഭയങ്കര ഗുണമായിരുന്നു. കാരണം ഒരാള് വരുമ്പോൾ ഞാനൊരു പുതുമുഖ സംവിധായകൻ, ഒരു പുതിയ ഒരാള് ഇങ്ങനെ ഒരു ക്യാരക്ടർ, നല്ലൊരു ക്യാരക്ടറാണ്. ആ ക്യാരക്ടർ ചെയ്യുന്ന സമയത്ത് യാതൊരു വിധത്തിലുള്ള ഒരു പുതിയ ആള് എന്നുള്ള ഒരു വിധത്തിലുള്ള ഒരു ബുദ്ധിമുട്ടും നമുക്ക് ഉണ്ടാക്കിയില്ല. റീടേക്കോ ഒന്നും പോകാതെ തന്നെ വളരെ ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റിയത് തന്നെ ഈ ഒരു ഇതിൽ ജീവിച്ച് വളർന്ന അച്ഛൻ്റെ ഒരു ഇതും കഴിവും ഉള്ളത് കൊണ്ടാണ്. വളരെ ഭംഗിയായിട്ട് തന്നെ വിഷ്ണു ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. വളരെ സപ്പോർട്ടായിരുന്നു, നല്ല രസമായിരുന്നു എന്നുള്ളതാണ് തീരുമാനിച്ചത്. അത് മാത്രല്ല ഒരു നെഗറ്റീവ് ഷെയ്ഡിലുമാണ് ഹരീഷ് ഏട്ടൻ വരുന്നത് ഇതില്. അപ്പൊ അതെങ്ങനെയായിരുന്നു? ഇതില് നമ്മൾ മനസ്സിലാകും, നമ്മളെ സിനിമയുടെ, മലയാള സിനിമയുടെ ഒരു പാരമ്പര്യം എന്ന് പറയുന്നത് അസാധ്യ ആക്ടേഴ്സായിരിക്കും ഈ ഹ്യൂമർ കൈകാര്യം ചെയ്യുക. പലപ്പോഴും ഈ മലയാള സിനിമയിൽ എപ്പോഴും പണ്ട് മുതലേ അങ്ങനെയാണ്, അസാധ്യമായിട്ട്. പപ്പുവേട്ടൻ എന്ന് പറഞ്ഞാൽ കുഞ്ഞാവക്ക എന്ന് പറഞ്ഞൊരു ആക്ടർ ഉണ്ടായിരുന്നു പപ്പുവേട്ടൻ്റെ കൂടെ. അന്ന് നാടകങ്ങളിൽ ഇവർ രണ്ടുപേരും കൂടിയായിരുന്നു സാധനങ്ങൾ ചെയ്യുക. അപ്പൊ അവരൊരു പരിപാടിക്ക് വിളിച്ചു കഴിഞ്ഞാൽ ഓൺ ദ സ്പോട്ട് ആ സ്റ്റേജിന്റെ പിന്നിൽ നിന്നാണ് പപ്പുവേട്ടനും കുഞ്ഞാവക്കയും കൂടി ഈ ആ മൂഡിനനുസരിച്ചിട്ടുള്ള ഒരു സാധനം, ഇതാണ് സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ആ സബ്ജക്റ്റ് അവർ ഡെവലപ്പ് ചെയ്യും. സ്റ്റേജിന്റെ മുകളിൽ നിന്ന് അതങ്ങോട്ട് വളരും. അങ്ങനെയുള്ള ഒരു ആക്ടർ പപ്പുവേട്ടൻ വന്നിട്ട് ഇപ്പോഴും കണ്ടില്ലേ പപ്പുവേട്ടന്റെ ആ താമരശ്ശേരി ചുരത്തിന്റെ സ്ക്രൂ ഡ്രൈവറൊക്കെ എറിയുന്ന സ്ഥലം, ആ സ്പോട്ട്. പ്രിയൻ സാറൻ എന്നോട് ഡയറക്റ്റ് പറഞ്ഞിട്ടുണ്ട്, അത് ഓൺ ചെയ്തിട്ട് തിരിഞ്ഞു നിന്ന് ചിരിക്കരുത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത്രയും വലിയ ആക്ട്, അതിൻ്റെയൊക്കെ ഒരു പാരമ്പര്യമുള്ള ആൾക്കാരാണ് ഇവരൊക്കെ. ഇപ്പൊ സെന്തിലാണെങ്കിലും അങ്ങനെയാണ്, അപ്പം നിർമ്മലാണെങ്കിലും. അപ്പൊ എന്തുകൊണ്ട് ഇത്ര ആക്ടേഴ്സിനെ വിളിച്ചു കഴിഞ്ഞാൽ അവരുടെ മറ്റൊരു സൈഡ് ഉണ്ട്. അത് പലപ്പോഴും മലയാള സിനിമ ചിലപ്പോൾ ഉപയോഗിക്കാറുണ്ട്. എടുത്ത് ഉപയോഗിക്കുന്ന സമയത്ത് അത്തരം ആക്ടേഴ്സ്, ഞാൻ ഇവരെ മാത്രമല്ല പറയുന്നത്, ഗംഭീരമായിട്ട് ഇത് വർക്കൗട്ട് ചെയ്യുകയും ചെയ്യും. ആ കാര്യത്തിൽ അങ്ങനെ ഒരു ക്യാരക്ടേഴ്സ് ഇവർക്ക് കൊടുത്ത് ഭയങ്കര മനോഹരമായിരിക്കും എന്നുള്ളൊരു തിരിച്ചറിവിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഞങ്ങൾ 3 പേരും കൂടെ, ചാന്ദനും ശ്യാമും ഞാനും കൂടെ, ഒറ്റയ്ക്കല്ല തീരുമാനിക്കുന്നത്, അങ്ങനെ ഒരു ചർച്ചയിലൂടെയാണ് അതിലേക്ക് പോകാൻ കാരണം ഉണ്ടായത്.